യാതൊരുവിധ രാഷ്ട്രീയ സ്പർദ്ധയുമില്ലാതെ ഒരു തരത്തിലുള്ള അധികാര മോഹവുമില്ലാതെ 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വലിയ യാത്രയാണ് ഓശാന തിരുനാളിൽ നമ്മൾ ആഘോഷിക്കുക. ഈശോയുടെ രാജകീയമായിട്ടുള്ള ജെറുസലേം പ്രവേശനം. അതെ, ഓശാന ഞായർ വന്നു കഴിഞ്ഞു. ആത്മീയതയുടെ ഏറ്റവും അടുത്ത ഒരുക്കത്തിലേക്ക്, വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ അവസരത്തിൽ ഈ സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ 1000 ഓശാന മംഗളങ്ങള് എല്ലാവർക്കും സ്നേഹത്തോടെ നേരുന്നു. ഓശാന തിരുനാൾ വന്നു കഴിയുമ്പോൾ പലപ്പോഴും പലരുടെ മനസ്സിലും പലതരത്തിലുള്ള ചിന്തകളാണ്. ഒന്നാമതായിട്ട് ചിലരൊക്കെ ചിന്തിക്കും, 50 നോമ്പ് ഉടനെ തീരുമല്ലോ, അതൊരു സന്തോഷത്തിന്റെ ചിന്ത. രണ്ടാമതായിട്ട് ഒരു ധ്യാനമൊക്കെ കൂടി കുറച്ചും കൂടെ ഒന്ന് നന്നാവണം എന്നൊരു ചിന്ത. ഈവന്റ് മാനേജ്മെന്റിനെയോ അല്ലെങ്കിൽ കേറ്ററിംഗുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം മൂന്നാമതായിട്ടുള്ള ഒരു ചിന്തയുണ്ട്, ഓശാന അടുത്തില്ലേ, ഇനിയും അടുത്ത ആഴ്ച മുതൽ ആഘോഷങ്ങള്, ആരവങ്ങള് ഒക്കെ തുടങ്ങും എന്നുള്ള ചിന്ത. എന്നാൽ ഓശാന തിരുനാൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിലേക്കുള്ള ഒരു വിളിയും വിശ്വാസത്തിന്റെ വിളംബരവുമാണ്. ഓശാന എന്ന ആ ഹീബ്രു പദത്തിന്റെ അർത്ഥം കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. രക്ഷ ആഗ്രഹിക്കുന്ന ജനഹൃദയത്തിന്റെ ഒരു നിലവിളിയാണ്. നാം രക്ഷ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തമ്പുരാന്റെ മുമ്പിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാൻ, ദൈവമേ എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ, എന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരണമേ, എന്റെ കുടുംബത്തിന് രക്ഷ നൽകണമേ, എന്റെ വ്യക്തി ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന, പ്രഘോഷിക്കുന്ന, വിശ്വാസം പ്രഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഓശാന തിരുനാള്. സദാചാരം പറയുന്നുണ്ട്, ഏതൊരുവന്റെ ഹൃദയത്തിൽ നിന്നാണോ രക്ഷയ്ക്ക് വേണ്ടിയുള്ള അഭിലാഷം നിറയുന്നത്, ആ ഹൃദയത്തിൽ നിന്ന് മാത്രമേ ഓശാന വിളികള് പ്രാർത്ഥനയായിട്ട് ഉയരുകയുള്ളൂ. വെളിപാടിന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഓരോ വ്യക്തിയും ജീവിതത്തിൽ പൂർത്തീകരിക്കേണ്ട ജെറുസലേം യാത്രയുടെ മുന്നോടിയാണ് ഈ ഒരു ഓശാന തിരുനാള്. അത് നമ്മെ ഓർമ്മിക്കുന്നത് ക്രിസ്തുവിന്റെ ജെറുസലേം യാത്രയാണ്. മരണം വരെ വിശ്വസ്തനായിട്ടിരിക്കുക, അതാണ് ഓശാന നമ്മയോട് പഠിപ്പിക്കുന്നത്. മരണം വരെ ഈശോയെ പോലെ വിശ്വസ്തയോടെ തമ്പുരാന്റെ മുമ്പിൽ ജീവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. വായിച്ചു കേട്ടു. കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് യാത്ര ചെയ്യുന്നത് പ്രവാചകൻ വഴിയുള്ള ദൈവവചനം പൂർത്തിയാകുവാനാണ് എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യേശുവിന്റെ ജീവിതത്തിലെ സംഭവങ്ങളെല്ലാം ദൈവവചനത്തിന്റെയും ദൈവഹിതത്തിന്റെയും ഒക്കെ ഒരു പൂർത്തീകരണമായിരുന്നു. അതായത് ദൈവഹിതം സ്വന്തം ജീവിതത്തില് നടപ്പാക്കിയ ഒരു വ്യക്തിയായിരുന്നു യേശു എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും സംഭവിക്കേണ്ടത് ഇത് തന്നെയാണ്. ദൈവഹിതമനുസരിച്ച് എന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? പലരും പറയുന്ന ഒരു കുറ്റമാണ്, അല്ലെങ്കിൽ ഒരു വിഷമമാണ്, ദൈവം എനിക്ക് എടുക്കാൻ മേലാത്ത കുരിശാണ് തന്നിരിക്കുന്നത് എന്ന്. ഒരുപക്ഷെ അത് രോഗമായിരിക്കാം, വേദനകളായിരിക്കാം, കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, സാമ്പത്തിക ഞെരുക്കങ്ങളായിരിക്കാം, എന്തുമാകട്ടെ, ഒരു കാര്യം ഓർക്കുക, നിനക്ക് എടുക്കുവാൻ സാധിക്കാത്ത ഒരു കുരിശും തമ്പുരാന്റെ ജീവിതത്തിലേക്ക് നൽകുകയില്ല എന്ന് നമ്മൾ മറന്നു പോകരുത്. അതെ, ഈശോ ലഭിക്കുന്ന സ്വീകരണത്തിന്റെയും തിരസ്കരണത്തിന്റെയും അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവും.
ഇന്ന് ഓശാന പാടിയവര് നാളെ പാടുന്നത് മറ്റൊന്നായിരിക്കും. നമ്മളെ സ്തുതിച്ചവര് നാളെ അപമാനിക്കുന്ന തരത്തിൽ ആയിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്രകാരമാണ് അതിനെ സ്വീകരിക്കുക? മുഖവിയ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ മുമ്പിലിരിപ്പുണ്ട്. അവരാ ഓശാന ഓലയും പിടിച്ചുകൊണ്ട് ആ ഒരു നൈർമല്യത്തോടെ, ഹൃദയ നൈർമല്യത്തോടെ തമ്പുരാന്റെ സന്നിധിയിൽ ആയിരിക്കുന്നത് പോലെ ഈ വിശുദ്ധ വാരത്തില് എപ്രകാരം ഒരു നിർമ്മലമായ ഹൃദയത്തോടു കൂടി തമ്പുരാന്റെ സന്നിധിയിൽ നമുക്ക് ആയിരിക്കുവാനായിട്ട് സാധിക്കും. ജനക്കൂട്ടം വിളിച്ചു പറയുന്നുണ്ട്, അവൻ യേശു പ്രവാചകനാണ്. എന്നാൽ അന്തർ വിളിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. അവർ വിളിക്കുന്നത് ദാവീദിന്റെ പുത്ര യേശുവേ എന്നിൽ കനിയണമേ എന്നാണ്. സ്നേഹമുള്ളവരെ, ആ യേശുവിന്റെ കൂടെയാണ് നാം എല്ലാവരും യാത്ര ചെയ്യുന്നത്. യേശു എനിക്ക് ഇന്ന് ആരാണ് എന്നതാണ് പ്രധാന കാര്യം. ചുറ്റുമുള്ളവർ എന്തും പറഞ്ഞു കൊള്ളട്ടെ, മറ്റുള്ളവരൊക്കെ എന്തും എന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു കൊള്ളട്ടെ, ആ യേശുവിന്റെ ഹിതത്തിന് എന്നെ സമർപ്പിക്കുവാന്, ആ യേശുവിന് എന്റെ ജീവിതത്തിലുള്ള ആ ഒരു സാന്നിധ്യവും ആ ഒരു യേശുവിന്റെ ജീവിതത്തിലെ എനിക്കുള്ള ഒരു സ്ഥാനവും എന്താണ് എന്ന് നമ്മൾ തന്നെയാണ് മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. ഒരുപക്ഷെ കൂടെയുള്ള യാത്രയിൽ യേശുവിന്റെ കൂടെ നടക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തില് വിജയം കൈവരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ ഓശാനയുടെ ഒത്തിരിയധികമായിട്ടുള്ള പ്രതീകങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. ഈ പ്രതീകങ്ങളൊക്കെ നമ്മളോട് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എല്ലാവരാലും പരിഹസിക്കപ്പെടുന്ന കഴുത ഈശോയ്ക്ക് ആവശ്യമുള്ള മൃഗമായി തീരുന്നത് നമുക്ക് കാണുന്നുണ്ട്. കുതിക്കുന്ന കുതിരയ്ക്ക് പകരം കിതയ്ക്കുന്ന കഴുതയെ വാഹനമാക്കിയവനാണ് യേശു. അതെ, കുതിക്കുന്ന കുതിരയ്ക്ക് പകരം കിതയ്ക്കുന്ന കഴുതയെ വാഹനമാക്കിയവനാണ് യേശു. അതിനൊത്തിരിയധികം അർത്ഥമുണ്ട്. അത് മറ്റൊന്നുമല്ല, വിജയമുള്ളിടത്ത്, ഐശ്വര്യമുള്ളിടത്ത്, സമ്പത്തുള്ളിടത്ത്, ആരോഗ്യമുള്ളിടത്ത് ദൈവമുണ്ട് എന്നാണ് നമ്മുടെ സാധാരണ ചിന്ത. എന്നാൽ കുതിരയെ പോലെ കുതിക്കുവാനും അല്ലെങ്കിൽ കഴുതയെ പോലെ കഥയ്ക്കുമ്പോൾ തമ്പുരാൻ കൂടെയുണ്ട് എന്നുള്ള, അവരുടെ കൂട്ടത്തിലും ദൈവമുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത, അതിനാല് മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ മാറ്റി നിർത്തപ്പെടുമ്പോൾ, വേദനകൾ അനുഭവിക്കുമ്പോൾ, പരിഹസിക്കപ്പെടുമ്പോൾ, അവഗണിക്കപ്പെടുമ്പോഴൊക്കെയും എന്നെ ആർക്കും വേണ്ട എന്നൊരു ചിന്ത ഒരുപക്ഷെ മനസ്സിൽ കയറുന്ന സമയത്തും ദൈവപുത്രനെ ഞാൻ വഹിക്കുവാൻ പാകമായതിന്റെ ഒരു സൂചനയാണ് അതെന്ന് മനസ്സിലാക്കുക. ദൈവപുത്രനെ വഹിക്കണമെങ്കിൽ ഒരുപക്ഷെ തിരസ്കരണത്തിന്റെ, അപമാനത്തിന്റെ ഒക്കെ കാലങ്ങളിലൂടെ അല്ലെങ്കിൽ പടികളിലൂടെ ഞാൻ കടന്നു പോകേണ്ടിയിരിക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തെ കുറച്ചും കൂടി ഒന്ന് നോക്കിക്കാണുവാൻ ഉള്ള ഒരു അവസരമായിട്ട് ഈ അവസാന തിരുനാള് മാറട്ടെ. തമ്പുരാൻ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. തമ്പുരാന് എന്നെ ആവശ്യമുണ്ട്. മറ്റാർക്കും ആവശ്യമില്ലെങ്കിലും, എന്റെ മാതാപിതാക്കന്മാർക്കോ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ആർക്കും ആവശ്യമില്ലെങ്കിലും തമ്പുരാന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ഓശാന തിരുനാളില് നമുക്ക് പ്രത്യേകമായിട്ട് സന്തോഷിക്കുവാനായിട്ട് സാധിക്കും. എപ്രകാരമാണ് ഈ ഓശാന ആഘോഷിക്കേണ്ടത്? നമ്മുടെയൊക്കെ ഹൃദയം കഠിനമാക്കാതെ, മുറിപ്പെടുത്താതെ, വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ കുറച്ച് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ ഈസ്റ്റർ ദിനത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുന്ന അവസരം നമ്മുടെ ഈസ്റ്റർ ആത്മീയതയുടെ ഒരു ഈസ്റ്റർ ആയിട്ട് തീർച്ചയായിട്ടും മാറും. വരെ അധികം മൂക്കാത്ത ഇളം ഓലകളാണ് നാം ഈശോയ്ക്ക് അല്ലെങ്കിൽ ഈ ഓശാന തിരുനാൾ നമ്മൾ നമ്മുടെ കൈകളിൽ എഴുതുന്നത്. എന്താണ് ഈ ഇളം ഓലകൾ നമ്മളോട് പറയുന്നത്? വിശുദ്ധ വാരത്തിലെങ്കിലും നിന്റെ ഹൃദയം കഠിനമാക്കരുത്. ഇവിടെ കയ്യിലിരിക്കുന്ന ഓലകൾ നോക്കുക, ഇളം ഓലകളാണ്. ആ ഇളം ഓലകൾ നമ്മളോട് പറയുന്നു, ഈ വിശുദ്ധ വാരത്തിലെങ്കിലും നിനക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള അസൂയ, മത്സര ബുദ്ധി, ഇതൊക്കെ ഒന്ന് മാറ്റിവെക്കുക. പ്രകാരം ഒരു നിർമ്മലമായ ഹൃദയത്തോടു കൂടി ഈ വിശുദ്ധ വാരത്തിലേക്ക് കടന്നു വരിക എന്ന്
അവസാനമായി 3 തരത്തിലുള്ള ജനങ്ങളിൽ നിന്ന് ഏത് ഗണത്തിലാണ് നമ്മളൊക്കെയും പെടുന്നത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമതായിട്ട് യഹൂദ പ്രമാണിമാരും ഫരിസേയരും, നിയമത്തിനും ആചാരത്തിനും വേണ്ടി മാത്രം നിലകൊള്ളുന്ന വ്യക്തികളാണ് യഹൂദ പ്രമാണിമാരും ഫരിസേയരും. അവസരത്തിനൊത്ത്, രണ്ടാമതായിട്ട് അവസരത്തിനൊത്ത് നിറം മാറുന്ന കുറെ വ്യക്തികള്. പാടിയ നാവ് കണ്ട് തന്നെ അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറയുന്നവരെ നാം കാണുന്നു. മൂന്നാമതായിട്ട് ആത്മാർത്ഥതയോടെ പാടിയവർ. നമുക്ക് ചിന്തിക്കാം, ഏത് തരത്തിലുള്ള ഒരു മാറ്റമാണ് എന്നിലേക്ക് ഉണ്ടാകേണ്ടത്? ഇപ്രകാരമുള്ള ഈ 3 വ്യക്തികളിലൂടെ കടന്നു പോകുമ്പോൾ ഫരിസേയരുടെ മനോഭാവമാണോ അല്ലെങ്കിൽ യഹൂദ പ്രമാണിമാരുടെ മനോഭാവമാണോ ഇന്ന് പാടി അവസരത്തിനത് നിറം മാറുന്നവരുടെ സ്വഭാവമാണോ, അതോ ആത്മാർത്ഥതയോടുകൂടി അവരുടെ സന്നിധിയിൽ അണഞ്ഞുകൊണ്ട് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് എത്രമാത്രം സാധിക്കും? അവരുടെ ഏറ്റവും ചുരുക്കത്തില് നമുക്ക് ഈ ഓശാനയുടെ സന്ദേശമായിട്ട് പറയുവാനായിട്ട് സാധിക്കുക, യേശു പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികളായി തീരുക. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, കഴുതക്കുട്ടിയെ കൊണ്ടുവരിക എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരെ കഴുതക്കുട്ടിയെ കൊണ്ടുവന്നു. ഈ തിരുനാളിൽ 1ാമത്തെ സന്ദേശമായിട്ട് നമ്മളോട് പറയുന്നത്, യേശു പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുക. രണ്ടാമതായിട്ട് അവരവരുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ച് കഴുതക്കുട്ടിയെ വിട്ടുകൊടുക്കുന്നു. ഇത് നമ്മെ സൂചിപ്പിക്കുന്നത്, നമുക്കുള്ളതെല്ലാം അവന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കണം. നിന്റെ ജീവിതത്തിലെ സമ്പത്തും സന്തോഷവും ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെയും അവന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അതിന് തമ്പുരാൻ പുതിയ ഒരു അർത്ഥം തരും, തമ്പുരാൻ അതിന് പുതിയ ഒരു മാനം തരും എന്ന് നമ്മളോട് പറയുകയാണ്. മൂന്നാമതായിട്ട് അംഗീകാരങ്ങളെ എളിമയോടുകൂടി സ്വീകരിക്കുക. അതാണ് വിനയത്തിന്റെ കഴുത സവാരി തിരഞ്ഞെടുക്കുവാൻ. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന അവസരങ്ങളിൽ അവർക്കെതിരെ തിരിയാതെ, തമ്പുരാനെതിരെ കഴുത തിരിയുന്നത് നമ്മൾ കാണുന്നില്ല, മറിച്ച് ശാന്തനായിട്ട് കടന്നു പോകുന്ന, ആ തമ്പുരാൻ പറയുന്ന വഴിയിലൂടെ കടന്നു പോകുന്ന ഒരു മൃഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഞങ്ങളുള്ളവരെ ഈ അവസര തിരുനാള് വീണ്ടും ഓർപ്പിക്കുന്നു. ഒന്നാമതായിട്ട് യേശു പറയുന്നത് ആണോ ഞാൻ എന്റെ ജീവിതത്തിൽ അനുസരിക്കുക. രണ്ടാമതായിട്ട് നമുക്കുള്ളതെല്ലാം അവന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്നുണ്ടോ. മൂന്നാമതായിട്ട് എളിമയോടെ അംഗീകാരങ്ങളെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ. അതിനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഈ ബലിയില് ഹൃദയമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ